വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നടന്നൊരു സംഭവമാണ്. അപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, കോളേജ് വിദ്യാർത്ഥികളുടെ മുന്നിൽ മുണ്ടുപൊക്കി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എടുത്ത് പബ്ലിക്കാക്കി ആ ഒരു വ്യക്തിയെ അപമാനിക്കുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് കാണാനുണ്ടായി. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് നമുക്കൊന്ന് കാണാം. അത് ആദ്യം കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഒരാളോട് ഇങ്ങനെ ചെയ്തു. നീ അവിടെ എത്ര പിള്ളേർ പഠിക്കുന്നേ? അവിടെ എത്ര പിള്ളേർ പഠിക്കുന്നേ? നിങ്ങളുടെ മോടെ പ്രായമുള്ള പിള്ളേരല്ലേ അവിടെ പഠിക്കുന്നത്? നിങ്ങളുടെ മോടെ പ്രായമുള്ള പിള്ളേരാണോ അവിടെ പഠിക്കുന്നത്? പ്രായമുള്ള പിള്ളേരാണോ അവിടെ പഠിക്കുന്നതാണോ? ആത്മഹത്യ ചെയ്യുന്നില്ല ചെയ്തിട്ടാണോ ഇപ്പൊ ഞങ്ങൾ പറയാൻ വരുന്നത്? ഞങ്ങൾ അല്ലെങ്കിൽ വരുമായിരുന്നോ? അങ്ങനെ ചെയ്യുമ്പോൾ അത്ര പിള്ളേർ ഇപ്പോഴാണ് ചെയ്യുന്നത്. ആണോ? അല്ലല്ല, ഞാൻ എന്നെ കണ്ടു. നിങ്ങള് എന്നെ കണ്ടു, എന്നെ കാണിക്കുകയും ചെയ്ത്. ഞാൻ പച്ചക്ക് പറയും. ഞാൻ പച്ചക്ക് പറയും. കണ്ട വ്യക്തിയായിട്ട് ഒരു പിള്ളേരോട് ഞാൻ ചെയ്യുന്നത്. മക്കളും കൊച്ചുകളൊക്കെ ഉള്ളതില്ലേ കാണുക ചെയ്യാനുള്ള കാര്യമൊന്നുമില്ല. ഇത്രയും ഞങ്ങൾ ഓടി വന്നെങ്കിൽ അത്ര ഞാൻ കണ്ടിട്ടാ വന്നത്. ഞാനൊരു കോളേജിൽ പഠിക്കും. അവിടെ നിന്ന് കാണിക്കുന്ന മാന്യ കാര്യം വന്നത് ആണോ? എടുക്കാൻ മുട്ടിയതല്ലേ കാണിച്ചത്. ഞാൻ കണ്ട കാര്യമില്ല. ഓടി ഇത്രയും പുറകെ പറഞ്ഞോ കണ്ട കാര്യ. അയാള് തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അയാൾ ആ ഒരു കാര്യം പറയുന്നുണ്ട്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടരുത്, എനിക്കൊരു ഭാര്യയും കുഞ്ഞും ഉള്ളതാണ്, ഇത് നാണക്കേടാണ് എന്നുള്ള രീതിയിൽ അയാളോട് പറയുന്നുണ്ട്. കാല് പിടിക്കാന്നൊരു പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേൾക്കാണ്ട് പുള്ളിക്കാരികളെല്ലാം കൂടി ചേർന്നിട്ട് ആ ഒരു വീഡിയോ അങ്ങ് വൈറലാക്കിയിട്ടുണ്ട്. ആ ഒരു വൈറലായപ്പോൾ തന്നെ പൊതുവെ ഇങ്ങനത്തെ വീഡിയോസ് പെട്ടെന്ന് കയറി പോകുമല്ലോ. ഒന്ന് ആലോചിക്കുക. ഈ ഒരു കാര്യം നമ്മുടെ ദീപകിന്റെ കാര്യം തന്നെ ഓർത്തു നോക്കുക. ആള് നിരപരാധി ആയിരുന്നിട്ടും അപമാനിതനായിട്ടാണ് ഒരു ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതേ സ്ഥാനത്ത് വേറൊരാൾ വരാണ്ടിരിക്കട്ടെ. കാരണം ചെറിയൊരു അടിയോ എന്തെങ്കിലും രണ്ട് തെറിവിളിയോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിരുന്നെങ്കിലും പ്രശ്നമില്ല. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വീഡിയോസ് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് പോലീസിനെ കാണിക്കുകയോ പോലീസിനെ വിളിച്ചറിയിക്കുകയോ പോലീസിനെ അയാളെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തോളും. അത് നിങ്ങളായ നിയമം കയ്യിലെടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു മനുഷ്യന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളായിരിക്കും ഉത്തരവാദികൾ. കാരണം ആ ഒരു മനുഷ്യന്റെ സമ്മതത്തോടെ അല്ലാതെ ആ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനത്തെ വീഡിയോസ് പബ്ലിക്കാക്കിയത് ഒന്ന് ആലോചിക്കുക. ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ, ഒരാൾ ചെയ്യുന്ന തെറ്റിനാണ് ബാക്കിയുള്ള എല്ലാവരും കൂടി പഴികേക്കുന്നത്. ആ ഒരു കുഞ്ഞിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ചില ആൾക്കാർ പറയും കണ്ടപ്പോഴും ചെയ്തപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല, അയാൾ ഇവിടെ അപ്പീടാൻ പോയതാണെന്നും പറയുന്നുണ്ട്, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്, അയാൾ മാപ്പും പറയുന്നുണ്ട്, കാല് പിടിക്കാന്നും പറയുന്നുണ്ട്. ഇതിലപ്പുറം ഇനി എന്താണ് വേണ്ടത്? ഒരാൾ മാപ്പ് ചോദിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത്. കാരണം അയാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അയാൾ സമ്മതിക്കുകയാണ്. അപ്പൊ അതാദ്യം മനസ്സിലാക്കുക. അതല്ലാണ്ട് ഈ ഒരു വീഡിയോ ഇങ്ങനെ പബ്ലിക് ചെയ്യേണ്ട കാര്യമില്ല. നിയമം ആർക്കും കയ്യിലെടുക്കാൻ അവകാശമില്ല. അന്നത്തെ ആ ദീപകിന്റെ അവസ്ഥ ഇയാൾക്കും വരാണ്ടിരിക്കട്ടെ. കാരണം ഒരു കുടുംബം അനാഥമായിരിക്കും. അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഈ കൊട്ടാരക്കര ഒരു വാർത്ത കേട്ടു. ആ ഒരു വാർത്ത ലൈവാണ്. ആ ഒരു ലൈവിൽ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് ഒരു വ്യക്തിയുടെ മുഖം എടുത്തിങ്ങനെ കാണിക്കുന്നുണ്ട്. എന്തോ വലിയൊരു സംഭവം, എന്തോ വലിയ കൊലപാതകങ്ങൾ ഒക്കെ ചെയ്ത ഒരു വ്യക്തിയെ ഇങ്ങനെ കാണിക്കുന്ന പോലെ ഈ ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ ഒന്ന് കാണിക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം പറയട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് പബ്ലിക് ചെയ്യാണ്ട് പോലീസുകാരെ കൊണ്ട് കാണിക്കുക, അല്ലെങ്കിൽ പോലീസുകാരെ അടുത്ത് വിളിച്ചു പറയുക. അവരവിടെ വരും. അല്ലാണ്ട് ഈ ഒരു പബ്ലിക്കിൽ ഈ ഒരു പോസ്റ്റ് ഇടാൻ ആർക്കും അധികാരമില്ല. കാരണം ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു ലൈവിൽ കുറച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങളും കൂടി ഒന്ന് കേട്ടു നോക്കുക. ഇത്ര വിവരം ഇരിക്കുന്നതെന്ന് കാണുക. പെണ്ണുങ്ങളെ കൊണ്ടുപോയി കാണിക്കുന്നതാണ് ഇപ്പൊ നാട്ടുകാരെ ഓടിച്ചു പിടിക്കും. ഒന്ന് കാണിക്കാം. മുഖം നല്ല കാണിക്കാം. മുഖം നല്ല കാണിക്കും. പെണ്ണുങ്ങളെ കൊണ്ടുപോയി കാണിക്കുന്നതിനെ ഇപ്പൊ നാട്ടുകാരെല്ലാം ഓടിച്ചിട്ട് പിടിച്ചിരിക്കുകയാണ്. പോലീസ്, കൊട്ടാരക്കര പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തോടെ നിർത്തിയിരിക്കുകയാണ്. സ്ത്രീകളെ മുണ്ടൂക്കി കാണിക്കുന്നതിനാണ്. എന്റെ പേരെന്തുവാ? ചെമ്മണ്ണൂർക്കാരനാ. അത് കാണി. ആ അതെ, പെണ്ണുങ്ങളെ മുണ്ടൂക്കി കാണിക്കുന്നതാണ് കേട്ടോ. അതാണ് നല്ല കാണി. നല്ല നീ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ കാണേ, ഞാൻ കാണിക്കാടെ. ഇങ്ങനെ കാണിക്കടേ. പെണ്ണുങ്ങളെ മുണ്ടൂക്കി കാണിക്കുന്നതിനാണ്. നീ തുടച്ചില്ല, ക്യാമറ തുടച്ചില്ല. ക്യാമറ തുടച്ചില്ല ഇതിൽ. ഇതുപോലെ ഒരു പബ്ലിക്കിന്റെ മുന്നിലേക്ക് നാറ്റ് കേസാക്കി മാറ്റാൻ വേണ്ടിയിട്ട് മീഡിയക്കാർക്ക് പെട്ടെന്ന് കഴിയും.
അങ്ങനെ ചെയ്താൽ ആർക്കാണ് നഷ്ടം? ഈ പറയുന്ന ആൾക്കാർക്കാർക്കാണ് നഷ്ടം? ഒരിക്കലുമല്ല, ആ ഒരു വീട്ടുകാർക്ക് മാത്രമേ നഷ്ടമുള്ളൂ. ഇതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യുക. ആ ഒരു പോലീസുകാരൻ പോലും മാന്യത കാണിച്ചുകൊണ്ട് അവിടെ നിൽക്കണ്ട്, ഒരു വക മിണ്ടാണ്ട്. അവർക്കറിയാം ഇത് എന്നാ കേസാണെന്ന് അവർക്കറിയാം. സത്യമായി രാവിലെ കണ്ട ഒരു മനുഷ്യനാണോ ആ ഒരു വൈകുന്നേരത്ത് കോളറിൽ തൂക്കി നിർത്തിയിരിക്കുന്നത്? എന്തോ വലിയൊരു കൊലപാതക കുറ്റം ചെയ്തിരിക്കുന്നത്. കൊലപാതകം ചെയ്ത ആൾക്കാരെ ഇതിനെക്കാട്ടിലും നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, കൊലപാതകം ചെയ്ത ആൾക്കാരെ. പക്ഷേ കൊലപാതകം ചെയ്യാത്ത ആൾക്കാർ ഇതുപോലെയല്ല അല്ലറ ചില്ലറുള്ള കാര്യങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് അന്തസ്സ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾ പോലീസുകാരെ കൊണ്ടുപോയി കാണിക്കണമായിരുന്നു. അത് കാണിക്കാണ്ട് പബ്ലിക്കിൽ ഇട്ടിട്ട് ഭയങ്കര മുഖവും ചുളുക്കി വെച്ചിട്ട് കാര്യമുണ്ടോ?